ക്രിസ്തുമസ് ഒരു ആഘോഷമല്ല. മനുഷ്യകുലത്തിന്റെ മുഴുവൻ പേരുടെ രക്ഷ ക്രിസ്തുവിലാണ്. ക്രിസ്തു ഉള്ളിൽ ജനിച്ചവന്റെയാണ് ഏറ്റവും വലിയ ക്രിസ്തു. ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരും ഒന്നിച്ചോർക്കുന്നൊരു ദിവസമാണ് ക്രിസ്തുമസ്. അതായത് ക്രിസ്തുവിന്റെ ജനനത്തെ ഘോഷിക്കുക. ക്രിസ്തുവിന്റെ ജനനത്തിന്റെ അനുഭവങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നാം ധ്യാനിക്കേണ്ട ഒരു വാക്യം ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 14-ാം വാക്യമാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിൽ പാടിയ പാട്ടാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. രണ്ടു കാര്യങ്ങളാണ് മനുഷ്യന് ഏറ്റവും കൊതിക്കുന്നത്. ഒന്ന് സന്തോഷം, രണ്ട് സമാധാനം. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഉറവിടം ക്രിസ്തുവാണ്. ക്രിസ്തുവിന്റെ ജനനത്തിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകൻ യേശുക്രിസ്തുവിന്റെ ജഡാവതാരത്തെ പറ്റി പ്രവചിക്കുന്ന ഭാഗം യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിലുണ്ട്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനാം ദൈവം, അവൻ നിത്യപിതാവ്, അവൻ സമാധാനത്തിന്റെ പ്രഭു. ക്രിസ്തു ഉള്ളിൽ ജനിച്ചവന്റെയാണ് ഏറ്റവും വലിയ ക്രിസ്തുമസ്. ക്രിസ്തു ഉള്ളിൽ ജനിച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? നിന്റെ ഉള്ളിൽ സമാധാനം, നിന്റെ ഉള്ളിൽ സന്തോഷം. ക്രിസ്തുമസ് ഒരു ആഘോഷമല്ല, മറിച്ച് ക്രിസ്തു ജനിച്ചവന്റെ ആനന്ദമാണ് ക്രിസ്തുമസ്. ഇനി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു ജനിച്ചിട്ടുണ്ടോ? നമ്മളൊരു ആഘോഷത്തിന് വേണ്ടിയല്ല ക്രിസ്തുവിന്റെ ജനനം പഠിക്കേണ്ടത്. മനുഷ്യകുലത്തിന്റെ മുഴുവൻ പേരുടെ രക്ഷ ക്രിസ്തുവിലാണ്. ആ ക്രിസ്തുവിന്റെ ജഡാവതാരമാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. വചനം ജഡമായി തീർന്നു, കൃപയും ശക്തിയും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. മറിയയുടെ ഉദരം കടമെടുത്ത് ഭൂമിക്കും ഭൂമണ്ഡലത്തിനും അടിസ്ഥാനമിടും മുമ്പ് അനാദിയും ശാശ്വതവാസിയുമായ ദൈവം നിന്നെയും എന്നെയും നേടേണ്ടതിന് ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ജനിക്കുക. ക്രിസ്തുവിന്റെ ജനനം സർവജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷമാണ്. ഒരു വ്യക്തിക്കല്ല, സർവജനത്തിനും. ആരുടെ ഉള്ളത്തിൽ യേശു ജനിക്കുന്നുണ്ടോ അവനിലെല്ലാം ആ മഹാസന്തോഷം. ക്രിസ്തു നിന്റെ ഉള്ളിൽ ജനിച്ചാൽ ക്രിസ്തുവിന്റെ സ്വഭാവം, ക്രിസ്തുവിന്റെ സംസാരം, ക്രിസ്തുവിന്റെ സ്നേഹം എല്ലാം നിങ്ങളുടെ ഉള്ളിൽ വരും. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ലോകം മുഴുവൻ ഈ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ ആ ക്രിസ്തു എന്നിൽ വരട്ടെ. ആ ക്രിസ്തു എന്നെ ചേർക്കാൻ വരുന്നു. ആ ക്രിസ്തുവിന്റെ രാജ്യത്തിൽ ഞാൻ നിത്യനിത്യ യുഗങ്ങൾ വാഴാനുള്ളതാണ് എന്നുള്ള ഉറപ്പും ധൈര്യവും ഉണ്ടാകട്ടെ. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവൻ ഇന്ന് ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ ഹല്ലേലൂയ, ഞങ്ങളുടെ ഉള്ളിൽ സമാധാനം, സന്തോഷം, സംതൃപ്തി ഒക്കെ തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ ഈ ക്രിസ്മസ് ഡേയിൽ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ ക്രിസ്മസ് ഡേയിൽ ക്രിസ്തു നിങ്ങളിൽ വരട്ടെ. ക്രിസ്തുവിന്റെ സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.